ഇനി മുതൽ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ സ്വകാര്യ ആംബുലൻസുകളുടെ സേവനം പോലീസ് എയ്ഡ് പോസ്റ്റിലൂടെയായിരിക്കും. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലുള്ള രോഗികൾക്കും മറ്റും സ്വകാര്യ ആംബുലൻസുകളുടെ സേവനം ലഭ്യമാക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. പോലീസ്, മോട്ടോർ വെഹിക്കിൾ, സ്വകാര്യ ആംബുലൻസ് പ്രതിനിധികൾ എന്നിവരുടെ യോഗത്തിലാണ് തീരുമാനമെടുത്തത്. ആശുപത്രിയിൽ കഴിയുന്ന രോഗികൾക്കടക്കം സ്വകാര്യ ആംബുലൻസ് വിളിക്കണമെങ്കിൽ ആശുപത്രി വളപ്പിലുള്ള പോലീസ് എയ്ഡ് പോസ്റ്റ് മുഖേന മാത്രമേ ഇനി സാധിക്കുകയുള്ളൂ. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുനിൽകുമാറിന്റെ അധ്യക്ഷതയിലാണ് പോലീസ്, മോട്ടോർ വെഹിക്കിൾ, സ്വകാര്യ ആംബുലൻസ് പ്രതിനിധികൾ എന്നിവർ ചേർന്ന് തീരുമാനമെടുത്തത്. ഇന്നു മുതലാണ് ഈ തീരുമാനം പ്രാബല്യത്തിൽ വന്നത്. ഇവിടെ നിന്നും ജില്ലാ ആശുപത്രി, പാരിപ്പള്ളി മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിലേക്കും 20 കിലോമീറ്റർ വരെയുള്ള ദൂരത്തിൽ വിവിധതരം ആംബുലൻസുകളുടെ നിരക്കും തീരുമാനിച്ചു. താലൂക്ക് ആശുപത്രി കേന്ദ്രീകരിച്ചുള്ള സ്വകാര്യ ആംബുലൻസുകളുടെ സർവീസുകളെ കുറിച്ച് നിരവധി ആക്ഷേപങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് നിയന്ത്രണം ഏർപ്പെടുത്താൻ അധികൃതർ തീരുമാനിച്ചത്. ആശുപത്രിയിലെ ചില ജീവനക്കാരും ആംബുലൻസ് ഡ്രൈവർമാരും തമ്മിലുള്ള അവിഹിത ഇടപെടലിൽ ഒട്ടേറെ പരാതികളും ഉയർന്നിരുന്നു. രോഗികളുടെയും പോസ്റ്റ്മോർട്ടത്തിന് എത്തിക്കുന്ന മൃതദേഹങ്ങളുടെയും മേൽ ബന്ധുക്കൾ പോലും അറിയാതെ സ്വകാര്യ ആംബുലൻസുകാരുടെ കൈകടത്തലും അമിത ചാർജ് ഈടാക്കലും നടന്നിരുന്നു. ചില ജീവനക്കാരും ഇതിനു പിന്നിലുള്ളത് ആശുപത്രി അധികൃതർക്കും തലവേദനയായിരുന്നു. ഓട്ടം പോകുന്നത് സംബന്ധിച്ച് ആശുപത്രി വളപ്പിൽ ആംബുലൻസ് ഡ്രൈവർമാർ തമ്മിൽ പ്രശ്നമുണ്ടാകുന്നതും പതിവായിരുന്നു. സ്വകാര്യ ആംബുലൻസുകളുടെ കടന്നുകയറ്റത്തിൽ ന്യായമായ നിരക്കിൽ ഓടുന്ന താലൂക്ക് ആശുപത്രിയിലെ ആംബുലൻസുകൾക്ക് ഓട്ടം ലഭിക്കുന്നതും കുറഞ്ഞിരുന്നു. നിയന്ത്രണം നടപ്പിലാകുന്നതോടെ ആശുപത്രി വാർഡ്, മോർച്ചറി, റിസപ്ഷൻ, അത്യാഹിത വിഭാഗം എന്നിവിടങ്ങളിലുള്ളവർക്ക് ഇനി മുതൽ സ്വകാര്യ ആംബുലൻസ് വിളിക്കണമെങ്കിൽ പോലീസ് എയ്ഡ് പോസ്റ്റിൽ അറിയിക്കണം. എയ്ഡ് പോസ്റ്റിൽ നിന്നും അറിയിപ്പ് ലഭിക്കുന്ന ഡ്രൈവർമാർ എയ്ഡ് പോസ്റ്റിലുള്ള ആംബുലൻസ് രജിസ്റ്ററിൽ ഒപ്പിട്ട ശേഷം വേണം രോഗികളെ കൊണ്ടുപോകാൻ.